കവിയൂർ പൊന്നമ്മയുടെ വിയോഗവാർത്ത അറിയുമ്പോൾ സിനിമാസ്വാദകരുടെ മനസ്സിൽ ഓടിത്തുടങ്ങുന്ന റീലുകളിൽ ഉറപ്പായും അവരുടെ ഏതെങ്കിലും ഒരു അമ്മവേഷമായിരിക്കും. ബിഗ് സ്ക്രീനിൽ അവരഭിനയിച്ച അത്രയധികം അമ്മവേഷങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെയുണ്ട്. നായകന്മാരുടെ അമ്മവേഷങ്ങൾ വരുമ്പോൾ പതിറ്റാണ്ടുകളോളം സംവിധായകർ ആദ്യം അന്വേഷിച്ചതും ഈ അഭിനേത്രിയുടെ ഡേറ്റ് ലഭ്യമാണോ എന്നതായിരുന്നു. ഇപ്പോഴത്തെ തലമുറയുടെ മനസ്സിൽ ഏറ്റവും അധികം പതിഞ്ഞിട്ടുള്ള കവിയൂർ പൊന്നമ്മയുടെ അമ്മവേഷങ്ങൾ മോഹൻലാലുമൊത്ത് ഉള്ളതായിരിക്കാമെങ്കിലും അഭിനയ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവർ അത്തരം വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിൽ 1945 സെപ്റ്റംബർ 10 പൊന്നമ്മയുടെ ജനനം. അച്ഛൻ TP ദാമോദരൻ, അമ്മ ഗൗരി. പൊന്നമ്മ 7 മക്കളിൽ മൂത്തവൾ. MK ത്യാഗരാജൻ മാസ്റ്ററുടെ പഴയ പാട്ടുകൾ കേട്ടുവളർന്ന കുട്ടിക്കാലം സംഗീതത്തോട് അടുപ്പിച്ച്. സംഗീതം പഠിപ്പിച്ച ഗുരുക്കൾ ഏറെ. LPR വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിലെത്തി. വെച്ചൂർ S ഹരിഹര സുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. ഒരിക്കൽ സ്കൂൾ വിട്ടുവരും വഴി തൊട്ടു പിന്നാലെ പിന്തുടർന്നു വന്ന അംബാസഡർ കാർ വഴിത്തിരിവായി. കാറിലുണ്ടായിരുന്നത് തോപ്പിൽ ഫാസി, ശങ്കരാടി, കേശവൻ പോറ്റി, പറവൂർ ദേവരാജൻ എന്നിവർ. പൊന്നമ്മയെ പിന്തുടർന്ന് വീട്ടിലെത്തിയ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എടി കൊച്ചെ, ആ തമ്പുരു എടുത്തൊരു കീർത്തനം പാടിയേ. പാട്ടിഷ്ടപ്പെട്ടപ്പോൾ അച്ഛൻ ദാമോദരനോട് പറഞ്ഞു, നാടകത്തിൽ പാടാനും അഭിനയിക്കാനും ഒരു കുട്ടിയെ വേണം. മക്കൾക്ക് കല അഭ്യസിപ്പിക്കുന്നതിൽ പണ്ടേ തൽപരനായ ദാമോദരൻ മറ്റൊന്നും ആലോചിക്കാതെ സമ്മതം മൂളി. അങ്ങനെ പൊന്നമ്മ നാടക നടിയായി. 14-ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയും നടിയുമായി. ഡോക്ടർ എന്ന നാടകത്തിലാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി പാടുന്നത്. പൂക്കാര പൂ തരുമോ, വെള്ളിലം കാട്ടിൽ ഒളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്ത നാടക ഗാനങ്ങളും കവിയൂർ പൊന്നമ്മ ആലപിച്ചു. അഭിനയം വശമില്ലാതിരുന്ന തനിക്ക് എന്നും ഗുരു തോപ്പിൽ ഫാസി തന്നെ ആയിരുന്നെന്ന് കവിയൂർ പൊന്നമ്മ നിസ്സംശയം പറയുമായിരുന്നു. അന്നത്തെ പ്രമുഖ നാടക നടി സുലോചന സിനിമയിൽ അവസരം കിട്ടി നാടകത്തിൽ നിന്ന് മാറി നിന്നപ്പോഴൊക്കെ പകരക്കാരിയായി KPSC പൊന്നമ്മയെ വിളിച്ചു. O മാധവൻ കാളിദാസ കലാക്ഷേത്രം എന്നൊരു സമിതി രൂപീകരിച്ചപ്പോൾ അവിടെയും കവിയൂർ പൊന്നമ്മ ഭാഗമായി. KPSCയുടെ മൂലധനം എന്ന നാടകത്തിലും ശ്രദ്ധേയ വേഷം കിട്ടി. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലാണ് ആദ്യമായി മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നത്. രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ സുന്ദരിയായ മണ്ടോദരിയായത് കവിയൂർ പൊന്നമ്മയായിരുന്നു. വേഷം കെട്ടിവരാൻ ആവശ്യപ്പെട്ടു, വന്നു. അത്രമാത്രമായിരുന്നു ആദ്യ അഭിനയം. 1964 ഡിസംബറിൽ കുടുംബിനി എന്ന ചിത്രത്തിന്റെ ഭാഗമായി. 1969 നിർമ്മാതാവും മണിസ്വാമിയും കവിയൂർ പൊന്നമ്മയും തമ്മിൽ വിവാഹിതരാകുന്നത്. കവിയൂർ പൊന്നമ്മ ആദ്യമായി നായികയായി അഭിനയിച്ച റോസി എന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു മണിസ്വാമി. മകൾ ജനിച്ചതിന് ശേഷമായിരുന്നു പൊന്നമ്മയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇടയ്ക്ക് പൊന്നമ്മയെ മണിസ്വാമി ഉപേക്ഷിച്ചു പോയി. അസുഖബാധിതനായതിനു ശേഷം ആരും നോക്കാനില്ലാതെ വന്നപ്പോഴാണ് തിരികെ ഭാര്യയുടെ അടുത്തേക്ക് എത്തുന്നത്. പിണക്കമൊക്കെ മറന്ന് നടി ഭർത്താവിനെ അവസാനം വരെ പരിചരിച്ചു. മുൻപൊരിക്കൽ JB ജംഗ്ഷനിൽ പങ്കെടുക്കവേ ഭർത്താവ് മണിസ്വാമിയെക്കുറിച്ച് നടി വെളിപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 ധ്രുവങ്ങളിലുള്ളവരാണ്. ഞാൻ എത്രത്തോളം സോഫ്റ്റാണോ അത്രത്തോളം ദേഷ്യക്കാരനായിരുന്നു അദ്ദേഹം. എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടേയില്ല. പക്ഷേ എൻ്റെ അടുത്ത് കിടന്നാണ് മരിച്ചത്. ഗുരുവായൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ 10-12 ദിവസമൊക്കെ സംസാരിക്കാൻ പറ്റാതെയായിരുന്നു. അമൃതയിൽ ചെക്കപ്പിന് ചെല്ലുമ്പോൾ പുള്ളി എത്തുന്നതിന് മുമ്പേ ഡോക്ടർ എന്നെ വിളിക്കും. ഏറി വന്നാൽ 2-3 മാസമേ ഉണ്ടാകൂ. പുള്ളി എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതോടെ പിന്നെ ഇനി എത്ര കാലമാണ് ജീവിക്കുന്നതെന്ന് ഞാനും ചിന്തിച്ചു. ശബ്ദം പോയ ശേഷം അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് കരയുമായിരുന്നു. എന്തൊക്കെയോ എന്നോട് പറയണമെന്നും മാപ്പ് ചോദിക്കണമെന്നുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിലും ആ ഭാവം മനസ്സിലാകുമായിരുന്നുവെന്നും കവിയൂർ പൊന്നമ്മ പറയുന്നു. പേരിൽ കവിയൂർ എന്നുണ്ടായിരുന്നെങ്കിലും ജന്മനാട്ടിൽ അധിക നാൾ കവിയൂർ പൊന്നമ്മ ജീവിച്ചിട്ടില്ല. എങ്കിലും കവിയൂരിലായിരുന്നു പൊന്നമ്മയുടെ കലാജീവിതത്തിന്റെ തുടക്കം. ചങ്ങനാശ്ശേരിയിലുള്ള അമ്മ വീട്ടിലായിരുന്നു ബാല്യകാലം. സ്കൂൾ പഠനവും സംഗീത പഠനവും അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. പിന്നീട് 6-ാം ക്ലാസ്സിൽ കവിയൂർ NSS സ്കൂളിൽ ചേർന്നു. 3 വർഷം അവിടെ പഠിച്ചതായി നാട്ടുകാർ ഓർക്കുന്നു. അന്ന് സ്കൂളിൽ വെച്ചാണ് കവിയൂർ പൊന്നമ്മയുടെ സംഗീത അരങ്ങേറ്റം നടന്നത്. നാട്ടുകാരിയായിരുന്ന കവിയൂർ രേവമ്മ അന്ന് അറിയപ്പെടുന്ന സംഗീതജ്ഞയായിരുന്നു.
അരങ്ങേറ്റത്തിനെത്തിയ വിശിഷ്ട അതിഥികൾ കവിയൂർ രേവമ്മയെ പോലെ പ്രശസ്തയാകട്ടെ എന്ന് അനുഗ്രഹിച്ച് കവിയൂർ പൊന്നമ്മ എന്ന് വിളിച്ചു. അന്നു മുതലാണ് കവിയൂർ പൊന്നമ്മ എന്ന പേര് കൂടപ്പിറപ്പായത്. കുടുംബിനി എന്ന ചിത്രത്തിൽ നസീറിൻ്റെയും മധുവിൻ്റെയും അമ്മയായിട്ടായിരുന്നു അമ്മ വേഷത്തിലെ അരങ്ങേറ്റം. പിന്നീട് പഴയ തലമുറയിലെ സത്യനും പ്രേം നസീറും മധുവും ഉൾപ്പെടെയുള്ള അനേകം താരങ്ങൾക്കും പുതിയ തലമുറയിലെ ദിലീപിനും പൃഥ്വിരാജിനുമൊക്കെ ഒപ്പം ആവർത്തിച്ചു പോന്ന അമ്മ കഥാപാത്രങ്ങൾ ഏറെ. മലയാള സിനിമാ രംഗത്തെ ഒട്ടുമിക്ക നടന്മാരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മയായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഇന്ന് താനും മോഹൻലാലുമൊത്തുള്ള കോമ്പിനേഷൻ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നത് പോലെ തനിക്കേറെ പ്രിയപ്പെട്ട കോംബോ പ്രേം നസീറിനൊപ്പമുള്ള അമ്മവേഷങ്ങളെന്ന് കവിയൂർ പൊന്നമ്മ പറയുമായിരുന്നു. മകനായ പ്രേം നസീറിന് ചോറുവാരി വായിൽ വെച്ചു കൊടുക്കുന്ന രംഗത്തിൽ നെഞ്ചുപൊട്ടുന്ന വേദന തോന്നി കരഞ്ഞുപോയ നിമിഷം ഓർത്തെടുത്ത് പറഞ്ഞപ്പോൾ തെളിഞ്ഞ കണ്ണുകളിലെ നനവ് മറയ്ക്കാൻ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. സിനിമയിൽ എത്തിയ ശേഷം പ്രായം തോന്നുമെന്ന കാരണത്താൽ പൊന്നമ്മ എന്ന പേര് മാറ്റാൻ പലരും പല ആവർത്തി ആവശ്യപ്പെട്ടെങ്കിലും കവിയൂർ പൊന്നമ്മ അതിന് തയ്യാറായില്ല. അച്ഛനും അമ്മയും ഇട്ട പേര് തൻ്റെ വളർച്ചയിൽ എന്നും തനിക്കൊപ്പം ഉണ്ടാവണമെന്നതായിരുന്നു പൊന്നമ്മയുടെ വാശി. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്ന ബോധ്യമുണ്ടായിരുന്നിട്ടും അമ്മവേഷങ്ങൾ എപ്പോഴോ പൊന്നമ്മ എന്ന അഭിനേത്രിയെ ഹരം കൊള്ളിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 400-ലധികം സിനിമകളിൽ അഭിനയിച്ചപ്പോൾ അതിലേറെയും അമ്മ കഥാപാത്രങ്ങളിൽ എത്തിനിന്നതും ആ സന്തോഷത്തിലായിരിക്കും. 1974 നെല്ല് എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മവേഷങ്ങളിൽ നിന്ന് വേറിട്ട് നിന്ന പൊന്നമ്മയുടെ ഒരു കഥാപാത്രം. 1971, 72, 73, 94 എന്നീ വർഷങ്ങളിലായി ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള അവാർഡുകൾ 4 തവണ കവിയൂർ പൊന്നമ്മയെ തേടി വന്നു. മകളെ കലാകാരിയാക്കണമെന്നുള്ള ഒരച്ഛൻ്റെ അടങ്ങാത്ത ഭ്രമം മലയാള സിനിമയ്ക്ക് നൽകിയത് ഒരു അതുല്യ അഭിനേത്രിയായിരുന്നു. നാടകത്തിലും സിനിമയിലും പലർക്കും പകരക്കാരിയായി അഭിനയം തുടങ്ങിയെങ്കിലും കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു പകരക്കാരിയെ കണ്ടെത്താൻ അന്നും ഇന്നും മലയാള സിനിമയ്ക്കായിട്ടില്ല. മലയാളിക്കെന്നും അമ്മയാണ് പൊന്നമ്മ. 19-ാം വയസ്സിൽ ആദ്യ അമ്മവേഷം ചെയ്യുമ്പോൾ പോലും അമ്മവേഷങ്ങളിൽ തളയ്ക്കപ്പെടുമോ എന്ന ഭയം അവർക്ക് തെല്ലും തോന്നിയിട്ടില്ല. സിനിമയെ മാറ്റി നിർത്തിയാൽ വ്യക്തി എന്ന നിലയിൽ ഏറെ വ്യത്യസ്തയായിരുന്നു പൊന്നമ്മ. താൻ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലെന്ന് പൊന്നമ്മ പറയുമായിരുന്നു. ജീവജാലങ്ങളോടും മനുഷ്യർ ഭക്ഷണമാക്കുന്ന മൃഗങ്ങളോട് പോലും അവർക്ക് അത്രയും സ്നേഹവും അനുകമ്പയുമായിരുന്നു. ജീവജാലങ്ങളെ കൊന്നു ഭക്ഷിക്കുന്നതിൽ അവർ വികാരാധീനയാകുമായിരുന്നു. മറ്റൊരാൾ കേട്ടാൽ ഭ്രാന്ത് എന്ന് പറയും വിധം അതിരുകടന്ന പരിഗണന ജീവജാലങ്ങളോട് തനിക്കുണ്ടായിരുന്നെന്ന് പൊന്നമ്മയ്ക്ക് തന്നെ നല്ല ബോധ്യവുമുണ്ടായിരുന്നു. സംഭവം ശരിയുമാണ്. സ്വതവേ ശാന്തശീലയും സാധുവുമായിരുന്നു കവിയൂർ പൊന്നമ്മ. അമ്മ എന്ന വാക്കിന് ഏറ്റവും ഉചിതയായവൾ. മലയാള സിനിമയ്ക്ക് എക്കാലവും അമ്മ തന്നെയാണ് കവിയൂരുകാരി പൊന്നമ്മ.